നമസ്കാരം. ഹോർമൂസ് കടലിടുക്ക് തുറന്നത് സ്ഥിരമായ തീരുമാനമാണെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ലോക വിപണികൾക്ക് ഒരു ആശ്വാസ സന്ദേശമായി തോന്നിയിരുന്നുവെങ്കിലും അതിനു പിന്നാലെ ഇറാൻ നടത്തിയ ശക്തമായ നിഷേധം ആ ആശ്വാസത്തെ തകർത്തു. ട്രംപ് മുന്നോട്ട് വെച്ച എന്നേക്കുമായി തുറന്ന കടലിടുക്കെന്ന വാദം തള്ളിക്കളഞ്ഞ് ഒരു താൽക്കാലിക നീക്കം മാത്രമാണെന്നും സാഹചര്യങ്ങൾ മാറുന്ന പക്ഷം കടലിടുക്ക് വീണ്ടും അടയ്ക്കാൻ ഇറാൻ മടിക്കില്ല എന്നും ടെഹ്റാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതൊരു സാധാരണ നയതന്ത്ര പ്രതികരണമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്ന ഒരു ശക്തമായ മുന്നറിയിപ്പാണ്. ലോകത്തെ എണ്ണ ഗതാഗതത്തിന്റെ പ്രധാന വഴിയായ ഹോർമൂസ് കടലിടുക്ക് ഏതൊരു നിമിഷവും വീണ്ടും സംഘർഷ ഭൂമിയായി മാറാമെന്ന സൂചനയാണ് ഇവിടെ ഇറാൻ നൽകുന്നത്. ട്രംപ് ഭരണകൂടം ഇതിനെ സ്ഥിരതയുടെ സൂചനയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ അതിനെ ഒരു തന്ത്രപരമായ ഇടവേള മാത്രമായി കാണുന്നു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തുറന്നത് എന്നേക്കുമായാണെന്നതുൾപ്പെടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒട്ടുമിക്ക പ്രസ്താവനകളും തള്ളിയാണ് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ട്രംപ് ഒറ്റ മണിക്കൂറിൽ 7 കാര്യങ്ങൾ പറഞ്ഞുവെന്നും 7 തെറ്റാണെന്നും ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖാലിബാവ് പറഞ്ഞു. ഇസ്രയേൽ ലെബനൻ വെടിനിർത്തൽ പ്രാബല്യത്തിലുള്ള 10 ദിവസത്തേക്ക് മാത്രമാണ് ഹോർമൂസ് കടലിടുക്ക് തുറന്നതെന്ന് ഖാലിബാവ് പ്രതികരിച്ചു. ഇറാനെതിരായ ആക്രമണത്തിലും ചർച്ചയിലും US പരാജയപ്പെട്ടു എന്നും തെറ്റായ പ്രചരണം നടത്തിയാൽ വിജയം ഉണ്ടാകില്ല എന്നും ഖാലിബാവ് എക്സിൽ വ്യക്തമാക്കി. ഇറാനും US തമ്മിൽ വീണ്ടും കൊമ്പുകോർക്കുന്നത് ആഗോള സമ്പദ് മേഖലയിൽ ആശങ്ക പടർത്തും. ഹോർമൂസ് തുറന്നുവെന്ന് ഇറാൻ വ്യക്തമാക്കിയതിനു പിന്നാലെ എണ്ണവില ഇടിയുകയും ഓഹരി വിപണികൾ കുതിച്ചുയരുകയും ചെയ്തിരുന്നു. സ്വർണ്ണവിലയും മുന്നേറി. ശനി ഞായർ അവധിക്കു ശേഷം തിങ്കളാഴ്ച വിപണികൾ വീണ്ടും തുറക്കുമ്പോഴേക്കും ഭിന്നത മാറിയില്ല എങ്കിൽ ഓഹരി വിപണികൾ വീണ്ടും ഇടിവിന്റെ ട്രാക്കിലാകും. എണ്ണവില നേട്ടത്തിന്റെ ആവേശം വീണ്ടെടുക്കും, സ്വർണ്ണവില താഴും. ഇറാന്റെ തുറമുഖത്തേക്കും തിരിച്ചുമുള്ള കപ്പലുകളെ US സൈന്യം ഹോർമൂസിൽ തടയുകയാണ്. ഈ സാഹചര്യത്തിൽ ഹോർമൂസ് സ്വതന്ത്രമായി സഞ്ചരിക്കാവുന്ന പാതയാകുമെന്ന് ആരും കരുതേണ്ട എന്നും ഖാലിബാവ് പ്രതികരിച്ചു. ഇറാന്റെ നിയമപരിധിക്കുള്ളിലായിരിക്കും എക്കാലവും ഹോർമൂസ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതി അവശിഷ്ടങ്ങൾ US ഏറ്റെടുക്കുമെന്ന് ഇതിനിടെ ട്രംപ് പറഞ്ഞിരുന്നു. ഇറാന് പണമൊന്നും കൊടുക്കാതെയാകും ഏറ്റെടുക്കലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനെതിരെയും ഇറാൻ രംഗത്ത് വന്നു. USന് യുറേനിയം കൊടുക്കുന്നത് ഇറാന്റെ ആലോചനയിൽ പോലും ഇല്ല എന്നും അവ ഇറാനിൽ തന്നെ തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി പറഞ്ഞു. ഇതോടെ ഒരു കാര്യമാണ് വ്യക്തമായത്: പശ്ചിമേഷ്യയിൽ സമാധാനം ഇപ്പോഴും അകലെയാണ്. കടലിടുക്ക് തുറന്നുവെന്ന വാർത്തയ്ക്ക് പിന്നാലെ എണ്ണവില താഴുകയും ഓഹരി വിപണികൾ ഉയരുകയും ചെയ്തുവെങ്കിലും ഇറാന്റെ ഈ നിലപാട് വിപണികളിൽ വീണ്ടും അനിശ്ചിതത്വം വിതയ്ക്കാൻ തുടങ്ങി. കാരണം ഹോർമൂസ് അടയുന്നത് ഒരു പ്രാദേശിക പ്രശ്നമല്ല, അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇന്ത്യയെ പോലുള്ള എണ്ണ ഇറക്കുമതി ആശ്രിത രാജ്യങ്ങൾക്ക് ഇത് ഇരട്ട വെല്ലുവിളിയാണ്. ഒരു വശത്തെ വില താഴ്ന്നാൽ ആശ്വാസം ലഭിക്കുമ്പോൾ മറുവശത്ത് ഇത്തരം അനിശ്ചിതത്വങ്ങൾ ദീർഘകാല പദ്ധതികളെ തന്നെ തകർക്കും. രൂപയുടെ സ്ഥിരത, പെട്രോൾ ഡീസൽ വില, വിലക്കയറ്റം എല്ലാം ഈ കടലിടുക്കിന്റെ ഭാവിയോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇറാൻ നൽകിയ കടുത്ത മറുപടി ട്രംപ് പ്രഖ്യാപിച്ച സ്ഥിരത എന്ന നെറേറ്റീവിനെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം ആഗോള ശക്തികൾ തമ്മിലുള്ള വിശ്വാസക്ഷയം കൂടി പുറത്തു കൊണ്ടുവരും. ഒരു വശത്ത് അമേരിക്ക തന്റെ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ മറുവശത്ത് ഇറാൻ തന്റെ തന്ത്രപരമായ പിടിമുറുക്കം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. അതുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് തുറന്നത് യഥാർത്ഥ സമാധാനത്തിന്റെ തുടക്കമാണോ, അല്ലെങ്കിൽ അടുത്ത വലിയ സംഘർഷത്തിന് മുന്നോടിയായ ഒരു നിശബ്ദതയോ എന്ന ചോദ്യമാണ് വീണ്ടും ഉയരുന്നത്. ട്രംപിന്റെ വാക്കുകൾക്കും ഇറാന്റെ പ്രവർത്തനങ്ങൾക്കുമിടയിലെ ഈ ഭിന്നത തന്നെയാണ് ഇപ്പോൾ ലോകം ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്നത്.